ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫിനാലെ വീക്കിൽ മൂന്നാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ജിൻഡോ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ: ബിഗ് ബോസ് വീട്ടിൽ മൂന്നാം ദിവസം ഓരോ മത്സരാർത്ഥിയെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ടാസ്കിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബിഗ് ബോസ് വീട്ടിലേക്ക് 2 കൊലയാളികൾ എത്തുന്നുണ്ടെന്നും അവരെ മറ്റുള്ളവർ കണ്ടെത്തണം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് ശ്രദ്ധ വേണം എന്ന് പറയാനാണ് ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥിയെയും വിളിക്കുന്നത്. ഇതിനിടയിൽ യഥാർത്ഥത്തിലുള്ള കൊലയാളികളെ വിളിച്ച് കൊലയാളിയെയും സഖായിയെയും ബിഗ് ബോസ് ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് കൺഫെഷൻ റൂമിലെത്തിയപ്പോഴാണ് ജിൻഡോ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ 2 കൊലയാളികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അവർ നിങ്ങളെ ആക്രമിച്ചേക്കാം എന്നുമാണ് ജിൻഡോയോട് ബിഗ് ബോസ് അറിയിക്കുന്നത്. അന്നേരമാണ് ജിൻഡോ പറയുന്നത്, കൊലയാളികൾ വന്നാൽ താൻ അവരെ നേരിടും എന്നാണ് ജിൻഡോ പറയുന്നത്. 1 അല്ല 2 കൊലയാളികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ബിഗ് ബോസ് 1 അല്ല കൂടുതൽ ആളുകളെ കൂടുതൽ കൊലയാളികളെ വിട്ടോളൂ, ഞാൻ അവരെ വെല്ലുവിളിക്കും, ബിഗ് ബോസ് വിട്ടുനോക്കി ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിലൊക്കെ ബിഗ് ബോസുമായിട്ട് ജിൻഡോ വെല്ലുവിളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബിഗ് ബോസ് വീട്ടിലെ ഈ ടാസ്കിന്റെ ഭാഗമായി കൊലയാളിയായി അർജുനെയും അദ്ദേഹത്തിന്റെ സഹായിയായി ജാസ്മിനെയുമാണ് ബിഗ് ബോസ് നിയോഗിക്കുന്നത്. കൊലയാളിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന അർജുന് ബിഗ് ബോസ് ഒരു മൊബൈൽ ഫോൺ നൽകുന്നുണ്ട്. ആ മൊബൈൽ ഫോണിലൂടെയാണ് ഓരോരുത്തരെയും എങ്ങനെയാണ് കൊലപ്പെടുത്തേണ്ടത് എന്ന് പറയുന്നത്. അതേസമയം അതിനു മുൻപ് തന്നെ ആരാണ് തൻ്റെ സഹായി എന്നറിയാൻ വേണ്ടി ഒരു കോഡ് ചോദിക്കുകയും ആ കോഡിന് കൃത്യമായ ഉത്തരം കിട്ടുകയും വേണം. അങ്ങനെ കുറേ സമയം ശ്രമിച്ചതിന് ശേഷമാണ് അർജുന് തൻ്റെ സഖായി ആര് എന്ന് മനസ്സിലാകുന്നത്. തൻ്റെ സഖായിയായ ജാസ്മിനെ കണ്ടെത്തുകയും പിന്നീട് അവർ 2 പേരും ഒരുമിച്ച് മുന്നോട്ട് ഗെയിം കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആ ഗെയിമിൽ ആദ്യം ശ്രീരേഖയെയും പിന്നീട് റസ്മിനെയും അതിനുശേഷം അഭിഷേകിനെയും ഇവർ 2 പേരും ചേർന്ന് കൊല്ലുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഘട്ടത്തിൽ മൊബൈൽ ഫോൺ അർജുനിൽ നിന്നും കൈമാറി ജാസ്മിന് കൊടുക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെടുകയും അങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ 2 CIDമാരെ ചുമതലപ്പെടുത്തുന്നു. ആ CIDമാരായി എത്തുന്നത് ഋഷിയും ജിൻഡോയുമാണ്. ഋഷിയും ജിൻഡോയും ചേർന്ന് വീട്ടിലെ ഓരോ മത്സരാർത്ഥികളെയും ചോദ്യം ചെയ്ത് അവസാനം ആരാണ് കൊലയാളി എന്നതിലേക്ക് എത്തുന്നുണ്ട്. ലിവിംഗ് റൂമിലെത്തി അവർ അവരുടെ കണ്ടെത്തലുകൾ പറയുന്നുണ്ട്. അവർ കണ്ടെത്തിയതും ജാസ്മിനും അർജുനുമാണ് കൊലയാളികൾ എന്ന് തന്നെയാണ്. അങ്ങനെ CIDകൾ കൊലപാതകളെ കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ഗെയിമിൽ ജിൻഡോയും ഋഷിയും ജയിക്കുകയും ചെയ്തു. അതേസമയം ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് 3 മുൻ മത്സരാർത്ഥികൾ എത്തിയിരിക്കുന്നു. റസ്മിൻ ഭായ്, രതീഷ്, അപ്സര എന്നിവരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെത്തിയ 3 മത്സരാർത്ഥികൾ. ഇതോടുകൂടി ബിഗ് ബോസ് വീട്ടിൽ തിരികെ എത്തിയ മത്സരാർത്ഥികളുടെ എണ്ണം 7 ആയി. വരും ദിവസങ്ങളിലും 1 കൂടുതൽ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാം.